രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്കുണ്ട് താനും. ഇത്തവണയും ഇന്ത്യ സൈനിക നീക്കത്തിലൂടെ ഭീകരതയ്ക്ക് അറുതി വരുത്താൻ അതിശക്തമായ നീക്കം നടത്തുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തി ഭീകരതയ്ക്കെതിരായ നീക്കം കൂടിയായി മാറുകയാണ്. ശത്രുരാജ്യത്തിൻ്റെ ഭൂമിയോ അവരുടെ സ്വത്തുവകകളോ ഏറ്റെടുക്കാനോ നശിപ്പിക്കാനോ അല്ല നമ്മുടെ സൈനിക ശക്തി നമ്മൾ ഉപയോഗിക്കുന്നത്. മറിച്ച് ഭീകരതയെ, രാജ്യത്ത് വിഘടനവാദമുയർത്തുന്ന ഭീകരതയ്ക്ക് അറുതി വരുത്താൻ, ഭീകരരെ ചെറുക്കാൻ, അവർക്ക് മറുപടി നൽകാൻ അതാണ് സൈന്യം ഇത്തരം നീക്കത്തിന് ഒരുങ്ങുന്നത്. അതാണ് കണ്ടതും. പാകിസ്ഥാൻ മേഖലകളിലേക്ക് കടന്ന് അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ നീക്കം. പലവട്ടം ഭീകരർക്ക് പിന്തുണ നൽകരുത്, അവർക്ക് സഹായങ്ങൾ നൽകരുത്, അവരെ ചെറുക്കണം. ഇത്തരം നീക്കങ്ങൾ ഇന്ത്യ പലവട്ടം പാകിസ്ഥാന് മുന്നിൽ ആവർത്തിച്ചതാണ്. പെഹൽഗാം സംഭവം അതിന് വഴിമരുന്നിടുന്ന ഒരു സാഹചര്യം ഒരുക്കുക കൂടിയാണ് ചെയ്തത്. ഇത് മുൻനിർത്തി അടക്കം ഇന്ത്യ നടത്തിയ നീക്കങ്ങളും ഇന്ത്യയുടെ പ്രസ്താവനകളെയെല്ലാം അവഗണിക്കുന്ന നിലപാടാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വവും ഇതുവരെ സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, കൂടുതൽ പ്രകോപനപരമായ പ്രസ്താവനകളും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇന്ത്യ പെഹൽഗാം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദിയിലെ ജലനിരപ്പ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതിൻ്റെ അളവ് കുറച്ച് അത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ പകരം ഇന്ത്യക്കാരുടെ ബ്ലഡ് ഒഴുക്കും, രക്തമൊഴുക്കും എന്ന മറുപടി പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ പോലും പാകിസ്ഥാനിലുണ്ട്. അവർക്കെല്ലാമുള്ള മറുപടി കൂടിയായി ഇത് മാറുന്നു. പ്രസ്താവനകൾക്കപ്പുറം സൈന്യം നൽകുന്ന മറുപടി അത് കൃത്യമായി തന്നെ നീങ്ങുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം ഈ സങ്കീർണ സാഹചര്യങ്ങളെ ചർച്ച ചെയ്യുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യങ്ങളെ വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ തിരിച്ചടിക്കുമെന്നത് സൂചനയുണ്ടായിരുന്നു, പക്ഷേ ശക്തമായ മറുപടി തന്നെ നൽകുന്നു. ഒരുപക്ഷെ ശത്രുവിന് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചന നൽകി അവർ പ്രതീക്ഷിക്കുന്നതിനുമപ്പുറം നേരത്തെ തിരിച്ചടി നൽകുക എന്നതായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തവണയുണ്ടായ യുദ്ധതന്ത്രം എന്നതാണ് പ്രധാനപ്പെട്ടത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിർത്തി മേഖലകൾ എന്തായാലും സങ്കീർണ സാഹചര്യമുണ്ട്. അവിടെ ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടുമുണ്ട്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, അതിർത്തിയിൽ സംഘർഷമുണ്ട്. കാരണം ഈ യുദ്ധക്കെടുതികൾ എപ്പോഴും സാധാരണ ജനങ്ങളെയാണല്ലോ ബാധിക്കുക. പക്ഷേ ഇത്തവണ നമ്മുടെ അതിർത്തിയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അവരെ ബങ്കറിലേക്ക് മാറ്റുകയും അത്തരം തയ്യാറെടുപ്പുകൾ നമ്മൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. കർഷകർക്കെല്ലാം ആ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ സങ്കീർണ സാഹചര്യത്തിൽ അവിടെ വിമാന സർവീസുകൾ, സ്കൂളുകൾക്ക് അവധി നൽകുന്നു. അങ്ങനെ കൂടുതൽ തയ്യാറെടുപ്പുകൾ നമ്മുടെ അതിർത്തിയിൽ നടന്നു കഴിഞ്ഞല്ലേ? രാകേഷ്, നമ്മുടെ അതിർത്തിയിൽ ഈ രൂപപ്പെടുന്ന സങ്കീർണ സാഹചര്യങ്ങളെ നേരിടാൻ അതിർത്തി മേഖലകൾ എത്ര കണ്ട് സജ്ജമായിട്ടുണ്ട്? പ്രത്യേകിച്ച് സ്കൂളുകൾക്കും കോളേജുകൾക്കുമൊക്കെ അവധി നൽകിക്കൊണ്ട് രാജ്യത്തെ ഈ സാഹചര്യം നേരിടാൻ അതിർത്തിയിലെ ജനങ്ങൾ കൂടുതൽ സജ്ജരാവേണ്ടതുണ്ടല്ലോ. എല്ലാവർക്കും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നമ്മൾ നൽകിയിരുന്നു. എത്രമാത്രം സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ അതിർത്തി മേഖലകൾ? ജനങ്ങൾ എത്ര കണ്ട് ബോധവാന്മാരാണ്? സജിത്ത്, അതിർത്തിയിൽ ഒരു സംഘർഷ സാധ്യത വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് വെടിനിർത്തൽ കരാർ ലംഘനം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അഗ്നൂർ അടക്കമുള്ള മേഖലകളിൽ, താങ്ദാർ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട്. ഇതിൽ താങ്ദാറിലാണ് 3 വീടുകൾക്ക് നേരെ വലിയ ആക്രമണം നടന്നത്. ഈ വീടുകൾക്ക് ഈ ഷെല്ലാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില വീടുകൾ കത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ ഈ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം, പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്, പാക് സേനയുടെ ഭാഗത്തുനിന്ന് ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ആക്രമണം കുറച്ചുകൂടി തീവ്രമായിട്ടുണ്ട്. പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം തീവ്രമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലൊക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പൂഞ്ചിലടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരിക്കുകയാണ്. ഒപ്പം ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യം, 3 ഗ്രാമീണർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഉണ്ടായ പാക് സൈന്യത്തിന്റെ പ്രകോപനത്തിൽ, അതായത് നിയന്ത്രണ രേഖയിലും ഒപ്പം തന്നെ അന്താരാഷ്ട്ര അതിർത്തിയിലും നടത്തിയ ആക്രമണത്തിലാണ് 3 ഗ്രാമീണർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നത്. ഇക്കാര്യം സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയും ശക്തമായി തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ സൈന്യം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും അതിർത്തി, പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയിലും
അന്താരാഷ്ട്ര അതിർത്തിയിലും സമാനമായ രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രകോപനം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അവിടേക്ക് കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള നീക്കവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ജമ്മു കശ്മീരിലാകമാനം സേനാ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിർത്തി കൂടുതൽ അശാന്തമായ സാഹചര്യത്തിൽ, സങ്കീർണമായ സാഹചര്യത്തിൽ അവിടേക്ക് ഇപ്പോൾ കൂടുതൽ സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ചുട്ട മറുപടി, ഇന്ത്യയെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. അത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല, പാകിസ്ഥാന് സങ്കല്പിക്കാൻ പോലും ആകാത്ത തരത്തിലായിരിക്കും ആ തിരിച്ചടിയെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നു. പഹൽഗാം എന്ന വലിയ മുറിവേറ്റ് 15-ാം നാൾ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ ഭീകരരുടെ നഴ്സറികളിലേക്കെല്ലാം തകർത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെ ഉണ്ടായത്. ആ ആക്രമണത്തിന്റെ ബാക്കിയായുള്ള പ്രതികരണങ്ങൾ പലയിടത്തു നിന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് പാകിസ്ഥാന്റെ ചൈന സംഭാവനയായി നൽകിയ പാകിസ്ഥാന്റെ വിമാനം ഇന്ത്യയുടെ ആകാശ് മിസൈൽ തകർത്തു എന്നൊരു വിവരം കൂടി ഏറ്റവും ഒടുവിൽ വരുന്നുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെ തകർത്തെറിയുകയാണ്, പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ 3 സൈന്യങ്ങളും ചേർന്നുള്ള ആ ആക്രമണം. ഇന്ത്യൻ അതിർത്തി മറികടക്കാതെ പാകിസ്ഥാൻ സാധാരണഗതിയിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് മറുപടി എപ്പോഴും പാക് അധീന കശ്മീരിലോ അല്ലെങ്കിൽ ആ ഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ഇത് അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂർ, ഈ തീവ്രവാദികളെ സൃഷ്ടിച്ചു വിടുന്ന ബഹാവൽപൂരിലടക്കം ആക്രമണം നടത്തിക്കൊണ്ട് എവിടെയും മറുപടി നൽകാൻ ഇന്ത്യ സജ്ജമാണ്. അത് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. ഇപ്പോഴിതാ ഇന്ത്യ അത് പ്രാവർത്തികമാക്കി കാണിച്ചിരിക്കുന്നു. തൊട്ടാൽ 26 നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ആ ഭീകരവാദത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ന് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയുടെ നിരപരാധികളായ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ അതിനുള്ള മറുപടി ഇന്ത്യ നൽകിയിരിക്കുമെന്ന് നമ്മൾ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ മറുപടി ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായിരിക്കുന്നു. പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയല്ല ആക്രമണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണം നടത്തിയത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ്, ഭീകരർക്ക് നേരെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുള്ളത് ശ്രീ വേണുനായർ, ബ്രിഗേഡിയർ വേണുനായരാണ്. സർ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ 15 ദിവസമായി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ അല്പം വേദനയുണ്ടായിരുന്നു. കാരണം 26 ജീവനുകളുടെ മറുപടി നമ്മുടെ ഇന്ത്യയുടെ ഒരു അഭിമാനമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നോവായി അത് അവിടെ കിടന്നിരുന്നു. ഇപ്പോൾ ഇതാ ശക്തമായ തിരിച്ചടി, അത് ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെ ഇന്ത്യക്ക് എന്തിനൊക്കെ പ്രാപ്തിയുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടി ഈ ദിവസം പുലരുമ്പോൾ ഉണ്ട്. അത് എത്രമാത്രം ഉചിതമാണ്, എത്രമാത്രം കൃത്യമാണ്?